അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പല രക്ഷിതാക്കളും വലിയ സങ്കടത്തിലാണ്. തൻ്റെ മകൻ അതല്ലെങ്കിൽ തൻ്റെ മകൾ പറഞ്ഞതനുസരിക്കുന്നില്ല, തീരെ നിസ്കരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടം പറയുന്ന ധാരാളം ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആ ചെയ്ത ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ പതിവാക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങളുടെ മക്കളും നിസ്കാരം നിലനിർത്തുന്നവരും സ്വാലിഹീങ്ങളുമായി തീരും. ആ പ്രാർത്ഥന ഏതാണ് എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. സൂറത്തു ഇബ്രാഹീമിലെ 40-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ പ്രാർത്ഥനയും അതിൻ്റെ അർത്ഥവും നമുക്ക് പഠിക്കാം. അർത്ഥം മനസ്സിലാക്കി ആത്മാർത്ഥതയോടെ എൻ്റെ ആൺമക്കൾ, എൻ്റെ പെൺമക്കൾ നിസ്കരിക്കുന്നവരാകണം, നല്ലവരായി തീരണം എന്ന ഉദ്ദേശത്തോടു കൂടി ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി നിങ്ങൾ ദുആ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവരിൽ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നാമും അവർക്ക് മാതൃകയാവേണ്ടതുണ്ട്. നാം നിസ്കരിക്കാതെ മക്കളോട് നിസ്കരിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കൃത്യമായി നാം നിസ്കരിക്കുകയും മക്കളോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുക, ഈ പ്രാർത്ഥന പതിവാക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നമുക്ക് ലഭിക്കും. അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആ പ്രാർത്ഥന ഇതാണ്: റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ. അർത്ഥം പറയാം: എൻ്റെ രക്ഷിതാവേ, എന്നെയും എൻ്റെ സന്തതികളിൽപ്പെട്ടവരെയും നീ നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുന്നവരാക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവേ, എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോൾ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഉത്തരം ലഭിക്കണമെന്ന ദൃഢനിശ്ചയത്തോടുകൂടി ആത്മാർത്ഥമായി നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. ഒരു മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.